ഓ നമുക്കിന്നൊരു പഴയകാലത്ത് പുരാണ കഥയോ ഒരു പാട്ടോ എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അതാണ് ഇപ്പം പറഞ്ഞില്ലേ തിരുപ്പരം ഇവരെ കണ്ട് ഒരുപാട് കാലങ്ങളായി. തിരുപ്പരം കുണ്ടത്തിൽ നിധിമിതിക്കായ് മുരുക തിരുത്തണി മലൈമീത് എതിർവലിക്കാം എല്ലാം ഉണ്ട്, ഈച്ച കൂട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓ എന്ന് പറയുന്നില്ല അവിടെ. അത് നമുക്ക് മനസ്സിലായില്ല, പഴയ കാലത്ത് പുരാണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ വയസ്സായ ആളുകൾ തന്നെ പറഞ്ഞാൽ അതൊക്കെ ഒരു രസം ഉണ്ടാവും. ശരി, അപ്പോൾ ഒരു കഥ പറഞ്ഞു തരണം. ഇപ്പൊ കഥ പറയാനായിട്ട് ഇല്ല, ഒരു കാര്യമില്ല. രാവണന്റെ കഥ അത് വലിയ കാര്യമല്ലേ. രാവണൻ ഇഞ്ഞ നോക്കി പറയണേ, എന്നെ നോക്കി. രാവണൻ എന്റെ സിംഹാസനത്തിനൊപ്പം സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. തട്ടൂർ മഴിയായ സീതയെ തൽക്ഷണം തട്ടൂരഥത്തിൽ കരേറി ഗമിക്കുന്ന ദുഷ്ടനെ ചെന്നു തടുത്തു, ജടായു വെട്ടി വധിച്ചു കളഞ്ഞു ജഥാസനൻ. എന്നിട്ട് സീതയെ സിംഹഭാവൃഷ്ട ശുവട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി. അതിനുശേഷം വാനരൻ, സുഗ്രീവൻ, ചൊക്കൻ, കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞ കണ്ടുപിടിക്കാൻ അയച്ചു. കണ്ടുപിടിക്കാനായിട്ട് ഒരു വാനര സേന അവിടെ എത്തി. വാനര സേനകൾ ഒരാള് തന്നെ മുതല പോയത് ഹനുമാൻ പോയി. അവിടെ ചെന്ന് സീതയെ കണ്ടുപിടിച്ചു. സിംഹഭാവൃക്ഷത്തിൽപ്പെട്ടിട്ട് കണ്ടുപിടിച്ച് അവിടെ നിന്ന് കണ്ടതായിട്ട് ഒരു അങ്കുലീയം കൊടുത്തയച്ചു. അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരം കൊടുത്തയച്ചു. അപ്പോൾ അതിനെ കൊണ്ടുവന്ന് ഇവിടെ അടയാളം കട്ടി നമ്മ ആള് தான் தூதுவ வந்திருக்கு. അപ്പൊ തിരിച്ച് ഇത് ആരാണിത് കണ്ടുപിടിച്ചത് രാവണൻ അന്വേഷണം തുടങ്ങി. രാവണൻ അന്വേഷണം തുടങ്ങിയപ്പോൾ പറഞ്ഞു അതിനതുപോലെ വാനരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. വാനരനെ പിടിച്ചു കെട്ടി. അപ്പൊ രാവണന്റെ സിംഹാസനത്തിനൊപ്പം ബാലി ചുരുട്ടി ഹനുമാൻ ഇരിപ്പ് പിടിച്ചു. സിംഹാസനം അതേ അളവ് പൊക്കത്തില്. എന്നിട്ട് രാവണൻ പറഞ്ഞു, ധിക്കാരമിത്ര മമ നികിടഭൂമി വടിവിനോടൊപ്പം ഇരുന്നുമാ മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ? ചില സദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കണം, ധിക്കാരമിത്ര കണ്ടിയില്ല മറ്റാർക്കുമേ എന്ന് രാവണൻ കൽപ്പിച്ചു. അപ്പൊ വിഭൂഷണൻ എന്ന് പറഞ്ഞാൽ രാവണന്റെ അനുജനാണ്. തമ്പി ബുദ്ധിയുള്ള ആളാണ്. അയാൾ പറഞ്ഞെന്ന് വെച്ചാ അരുതരുത് ദുരിതം ഇത് ദൂതനെ കൊല്ലുകന്നാർക്കടുത്തു നിർബന്ധം. അതിന് ഇവര് അടയാളം ഉണ്ടാക്കി നാമങ്ങയെ കീണമതല്ലോ നിർഭോചിതം എന്ന് പറഞ്ഞ് ഹനുമാന്റെ വാലില് ചീല ചുറ്റി അവസാനം ഒരിക്കലും വാല് വെളിയിലും ചീലകത്തും ഇങ്ങനെയായി വെളിയിലും. അപ്പൊ ലാസ്റ്റില് പാഞ്ചാലിയുടെ വസ്ത്രം കൊണ്ടുവന്ന് ചുറ്റാനായിട്ടുള്ള പരിപാടി ഇട്ടപ്പോൾ വാല് തനിയെ ചുരുങ്ങി. അപ്പൊ ചുരുങ്ങി ഈ തിരശീല ചുറ്റിയ ശീല വെളിയിലായി. അതിലിത് കുറെ എണ്ണയും ഉൾപ്പെടുത്തിയിട്ട് തീ കൊളുത്തി. അപ്പൊ വിഭൂഷണൻ ആ ബുദ്ധിയോടെ ചെയ്തതെന്ന് വെച്ചാൽ രാവണന്റെ എല്ലാ സർവത്രയും നശിക്കാൻ വേണ്ടിയാണ് വിഭൂഷണൻ ഇത് ചെയ്തത്. ആ ബുദ്ധി രാവണനില്ല. അപ്പൊ എന്ത് ചെയ്തു രാവണൻ? ഉടൻ 1.5 നാഴിക കൊണ്ടവൻ പൊടി ഭസ്മമതാക്കി മഹാബലൻ. എന്നുവെച്ചാൽ രാവണന്റെ കൊട്ടാരവും പൂന്തോട്ടവും അതും ഇതും മുഴുവനും നശിപ്പിച്ചു. അവസാനം സമുദ്രത്തിൽ കൊണ്ടുവന്ന് വാലിനെ മുക്കി തീ. അപ്പൊ ഇതിനേക്കാളും വന്ന ഒരു കഥ ഇനി ഉണ്ടോ? വലിയ കഥ 150 രൂപ കഥയാണ് പറഞ്ഞത്. 150 രൂപ. പിന്നെ ഇന്നത്തെ കാലത്ത് അന്ന് 150 രൂപ, ഇന്നത്തെ കാലത്ത് 150 രൂപയും ഒരു ക്വാർട്ടറും. ശരി, ഇപ്പോ ഇവര് വെള്ളാടി ഉണ്ടാ? ഇല്ല അന്ത ഒരു പരിപാടി ക്വാർട്ടർ എങ്കിൽ സാധാരണ ഇന്നത്തെ രീതി അനുസരിച്ച് വെള്ളാടി ഇല്ല. അന്ത പരിപാടി പണ്ടേ ഇല്ല. ക്വാർട്ടർ എന്നുള്ള വാക്ക് നമ്മുടെ വായിൽ വരരുത് കേട്ടോ. കൊച്ചുകള് കണ്ടു നിനക്കാം. അപ്പൂപ്പ കോട്ടടി ഉണ്ടല്ലോ, നമുക്ക് കുടിച്ചാൽ. ഇപ്പൊ അപ്പൂപ്പനും അടിക്കില്ല, അമ്മൂമ്മയും അടിക്കില്ല, ആരും അടിക്കില്ല. അവര് തനിയെ അങ്ങ് കുടിച്ചോളും. 10-12 വയസ്സായതിനു ശേഷം അവരങ്ങ് കുടിച്ചോളും. കൂട്ടുകാരന്മാരൊക്കെ ചേർന്ന്. ഓഹോ, ശരി. അതോ കുടിച്ചാൽ തപ്പില്ല, കുടിച്ച് പാത്തിട്ട് അതാ കൈവിടണം. അത് പിടിയെ അത് തുടർന്നാ ചിക്കലതാ. അത് തുടർന്നാ ചിക്കലാണ്. കുടുംബം തീരും. അതോടെ കുടുംബം തീരുവാൻ പിന്നെ എവിടെന്നെങ്കിലും ഒരു പെണ്ണും കെട്ടി കൊണ്ടുവരും. അതിൽ കഷ്ടപ്പെട്ടത് 10-15 ഒരു പടി 20 എത്രയായിട്ട് അയക്കും. അത് ഒന്നിനെ കൊണ്ട് പണയം വയ്ക്കും.
പണിനാട് പാണ്ടി പറയാതിരിക്കുന്നത് അതോടെ തീരും. തിരിയെടുപ്പാൻ. ആ അതോടെ അങ്ങനെയാണ് തുടരത്തോടെ ആ അതിൻ്റെ ജോലി തീരും. ആ ആ അവിടെ കുടുംബത്തിലാകപ്പാടെ ആ ആ കളവള കശപശയായി ആ അങ്ങനെ കാണി കൊടുക്കുന്നത്. കാരണം വേലയ്ക്ക് പോകില്ല. ശരി ശരി, കഥയെ മുടിക്കലാമാ? കഥ ഇനി അങ്ങ് മുടിച്ചേക്കാം. മുടിക്കട്ടാ? ഓ അപ്പൊ ഇങ്ങനെ ഒരു ചെയ്ഹ ഇങ്ങോട്ട്. ആ ശരി ശരി ശരി, വെറ്റി ഉണ്ടാകട്ടെ. വൻപിച്ച ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി, ഇനി വരുമ്പോ നല്ല കഥ ചൊല്ലി തരണേ. ശരി, കഥ മുടിക്കേ. ഓ, ശരി, ഓക്കെ. നല്ല